ആദ്യം പറഞ്ഞല്ലോ പറയല്ലേ, എന്താ പറയാ, പിന്നെ AGPയുടെ ലാസ്റ്റ് സംസാരമായിരിക്കും. അപ്പൊ ആദ്യം എനിക്ക് ഈ ക്യാരക്ടർ എന്ന എൻ്റെ മിലേനിയം സജിയേട്ടനോടും കൂടെ നിന്ന് റീന മാൻ, പിന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത നാദർഷക്ക, രൂപേഷ് ഏട്ടൻ, പിന്നെ എന്നെ ഒരുപാട് സഹിച്ച നിതിൻ, ശിവേട്ടൻ, ക്യാമറാമാൻ പ്രവിയേട്ടൻ, മധുവേട്ടൻ, വരുന്നേ ഉള്ളൂ വരാം. എല്ലാവരോടും പറയാം. ഞാൻ വരുന്നേ ഉള്ളൂ. ഞാൻ സുബിയുടെ അത്ര സംസാരിച്ചില്ലെങ്കിലും കുറച്ചു നേരം സംസാരിക്കും. എന്നാലേ ഈ സുബി പറഞ്ഞ പോലെ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ പറയണം. ഇല്ല കരച്ചിലും കഴിഞ്ഞോ? കരച്ചില് സൂട്ട് ഊരിച്ചപ്പം കഴിഞ്ഞു. എനിക്കറിയില്ല. ഇനി ഞാൻ വീട്ടിൽ പോയി കരഞ്ഞോളാം. ഇടക്കിടക്ക് ഓർത്തിട്ട്. ഇനി എപ്പിസോഡൊക്കെ കുറെ മിസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണണം, എന്നിട്ട് കരയണം. ഓക്കെ. അപ്പം കൂടെ വർക്ക് ചെയ്ത് എല്ലാവരും നല്ല സ്നേഹമുള്ളവരായിരുന്നു. ഞാൻ എൻ്റെ വൈഫിനെ പേര് വിളിച്ചതിനേക്കാളും കൂടുതൽ പേര് വിളിച്ച ഒരാളുണ്ട്, നീനു. കൂടുതൽ മിസ് ചെയ്യുന്ന നീനുവിനായിരിക്കും. എനിക്കറിയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ പേര് വിളിച്ചിരിക്കുന്നത് നീനുവിനെ തന്നെയാണ് എൻ്റെ ലൈഫിൽ. ഞാൻ ഒരുപാട് ആലോചിച്ച കാര്യമാണ് അത് ഇവിടുന്ന് പോകുമ്പോ. പിന്നെ ലൈഫിൽ ഞാൻ ആരായിട്ടും അടി കൂടിയിട്ടില്ല. അടി കൂടിയിട്ട് സങ്കടവും സന്തോഷവും ഉണ്ടായിട്ടുള്ളത് സുമിയായിട്ടാണ്. അയ്യോ, സത്യമായിട്ടും. പക്ഷെ ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ കണ്ട ആൾ തന്നെയാണ് ഈ ജാടയൊക്കെ ഉള്ളത്. പാവാണ്, എനിക്കറിയാം. പിന്നെ അടിപൊളി കുട്ടേട്ടനായിട്ടായിരുന്നു ലാസ്റ്റ്. അത് പിന്നെ ഞാൻ കുട്ടേട്ടനെ ഈ പറഞ്ഞ പോലെ കരച്ചിലുള്ളത് കൊണ്ട് കെട്ടിപ്പിടിച്ച് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞു. അത് ഓർമ്മിപ്പിക്കല്ലോ എന്റെ പൊന്നെ. അപ്പൊ എല്ലാവരോടും എന്തായാലും എല്ലാവരും സന്തോഷമായിരുന്നു. ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. അപ്പൊ എന്നെ കൂടെ വർക്ക് ചെയ്ത പ്രൊഡക്ഷൻ യൂണിറ്റ്, നമ്മളെ മണിയേട്ടനൊക്കെ തക്കുടു എന്നായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കളിയൊക്കെ. പിന്നെ ഗിരിയേട്ടൻ, എല്ലാവരോടും എന്താ പറയാൻ കിട്ടുന്നില്ല, എന്നാൽ ആരും വിട്ടുപോകുന്നില്ല. പിന്നെ കൂടെ ഞാൻ വർക്ക് ചെയ്ത എൻ്റെ എല്ലാ ഡയറക്ടേഴ്സും, പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന, ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് ഇതുപോലെ പല ടെൻഷനിൽ നിന്നും ഇതിലേക്ക് വന്ന് അഭിനയിക്കാനുള്ളൊരു എനർജി കിട്ടിയത് എൻ്റെ ഷിജു സാറിന് അടുത്താണ്. ഞാൻ വേറെ ഡയറക്ടറെ കൂടെ ഒന്നും എനിക്ക് വർക്ക് ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല. ഫസ്റ്റ് സുമിക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, കുറച്ച് ആർട്ടിസ്റ്റൊക്കെ അറിയാം. ഫസ്റ്റ് അഭിനയിക്കാൻ വന്നപ്പോൾ തലയിറങ്ങി വീണിട്ടുള്ള ആളാണ് ഞാൻ, പേടിച്ചിട്ട്. പ്രത്യേകിച്ച് സുമിയുടെ മുമ്പിൽ ഇരുന്ന് അഭിനയിക്കുമ്പോൾ ഡയലോഗും ഇല്ലായിരുന്നു. അങ്ങനെ പ്രഷറായിട്ട് തലയിറങ്ങി വീണിട്ടുള്ള ഒരാളാണ്. ഇന്ന് അവിടെ നിന്നൊക്കെ തലകറക്കൊക്കെ മാറി എങ്ങനെയോ 200 എപ്പിസോഡ് കവർ ചെയ്തു. അതിന് മെയിൻ കാരണം എനിക്ക് സ്നേഹം തന്ന്, എനിക്കൊരു എനർജി തന്നത് ഷിജു സാർ തന്നെയാണ്. അത് ഡെഫിനറ്റ്ലി ഞാനത് പറഞ്ഞു തന്നെ പറ്റുള്ളൂ. അങ്ങനെയുണ്ട്. പിന്നെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരോടും ഒരിക്കൽ കൂടി പറയാണ്, മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടാവും. അതെൻ്റെ പല ടെൻഷനും കാര്യങ്ങളൊക്കെ വന്ന ഒരു സ്റ്റൈൽ അതായതുകൊണ്ട് ചിലതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. ചില കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടില്ല, ചില കാര്യങ്ങളൊന്നും. അതങ്ങനെയാണ്, ഫസ്റ്റ് മുതലേ അങ്ങനെയാണ്. അത് മാറ്റാൻ പറ്റില്ല ലൈഫിൽ നിന്ന്. ഇനിയിപ്പോൾ തുടർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ പറയുകയാണ്, മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും, എൻ്റെ ക്രൂ മെമ്പേഴ്സും എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളും എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ഇനി എങ്ങോട്ട് ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ആലോചിക്കുകയാണ്. പിന്നെ മനുഷ്യരല്ലേ, കരച്ചിലുണ്ടാവും, ദേഷ്യം ഉണ്ടാവും, കുശുമ്പ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ മനുഷ്യരാവുന്ന എന്നെ എൻ്റെ ഫാദർ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നിനക്ക് കരയാൻ തോന്നിക്കഴിഞ്ഞാൽ കരയണം, ദേഷ്യം പിടിക്കേണ്ടടുത്ത് ദേഷ്യം പിടിക്കണം. എന്താണോ നിനക്ക് തോന്നണേ അത് അങ്ങനെ ചെയ്യണം, എന്നാലേ നിന്റെ മനസ്സ് നന്നാവൂ എന്ന് എൻ്റെ ഫാദർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. മെയിനായിട്ട് ഇതുപോലൊരു അവസരം നിന്ന് മിലേനിയം സജിയേട്ടനും റീന മാമിനും രൂപേഷ് ഏട്ടനും നാദർഷയ്ക്കും എല്ലാവർക്കും, ഇതുപോലെ ഗിരിധർ നമ്പ്യാർ എന്നൊരു കഥാപാത്രം ചെയ്യാൻ വലിയ ഭാഗ്യമാണ്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ വലിയൊരു അവാർഡായിട്ട് കരുതുകയാണ്. ഈ ക്യാരക്ടർ ചെയ്യാൻ തനിക്കേ പറ്റൂ, വേറെ ആര് ചെയ്താലും നന്നാവില്ല എന്ന് ഒരാളെ രണ്ടാരോ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് ഡയലോഗാന്ന് കരുതി. പക്ഷെ എനിക്ക് പല സ്ഥലത്തു നിന്നും ആ ഒരു ഡയലോഗ് കിട്ടിയപ്പോൾ
ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷമാണ്. എൻജോയ് ചെയ്തു, ചെയ്യാൻ പറ്റി, ഇവിടം വരെ എത്താനും പറ്റി. ഇന്ന് ദൈവം സഹായിച്ചിട്ട് കുറച്ച് പേര് അറിയപ്പെടുന്നുണ്ട് ഈ ഒരു സീരിയലിലൂടെ. അതിൻ്റെ സന്തോഷമുണ്ട്. വേറെ ഒന്നുമില്ല. അപ്പം ഇന്ന് മുതൽ ഇന്ന് രാത്രി സന്ധ്യ കഴിയുമ്പോൾ എല്ലാവരും പിരിയാണ് അല്ലേ? ഇനി എപ്പോൾ കാണും? ഞാനും 3 ദിവസം കഴിഞ്ഞാൽ ഞാനും ചെന്നൈക്ക് പോകും. പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് ഇനി വരുള്ളൂ. അപ്പോൾ ഇവിടുന്ന് കാണലുണ്ടാവില്ല. ഓക്കെ, എല്ലാവരോടും വലിയൊരു ബൈ. കരയുന്നില്ല കേട്ടോ, ഉള്ളി കരഞ്ഞോളാം. ബൈ ബൈ എല്ലാവരോടും. ഓക്കെ, താങ്ക് യു.